CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തി. പൂങ്കുന്ന മുതൽ കല്ലമ്പുറം വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനോടൊപ്പം ഗതാഗതക്കുരുക്കം രൂക്ഷമാകുന്നു. അതിവേഗ റോഡ് നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്നത് അപ്രതീക്ഷിത മഴ. പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിന് കഠിന തടവും പിഴയും വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകാനുള്ള രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. ഇരുമ്പെട്ടി മങ്ങാട് വടക്കുമുറി കൊട്ടരപ്പാട്ടയിൽ വീട്ടിൽ പ്രേമയുടെ വീടിന് മുകളിലേക്കാണ് പൂമരം കടപുഴകി വീണത്. കാറ്റിലും മഴയിലും പന്നിത്തടം കോൺകോട് സ്കൂളിനടുത്ത് തേക്കുമരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റ് തകർന്നു. വേലൂരിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. പഞ്ചായത്തിലെ 12-ാം വാർഡിൽ കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീട്ടിലേക്കാണ് തെങ്ങ് വീണത്. കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിന് സമീപം നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി പാതയോരത്തേക്ക് ഇടിച്ചു കയറി അപകടം. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പുന്നിയൂർ പഞ്ചായത്ത് 4-ാം വാർഡിലെ റോഡ് റീടാറിങ്ങിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഒരുമനിയൂർ മുത്തമ്മാവിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കടയിലിടിച്ചു കയറി അപകടം. 2 പേർക്ക് പരിക്ക്. റെയിൽവേ ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള മേരി ലൈഫ് ക്യാമ്പയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നഗരസഭാ കൌൺസിലർ VK സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് തലക്കൂട്ടുകര റോഡിൽ കുടുങ്ങിയ KSRTC ബസ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുറത്തെടുത്തു. മുണ്ടൂരിൽ നിന്നെത്തിയ ക്രെയിൻ സർവീസും വർക്ക്ഷോപ്പ് ജീവനക്കാരും ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ബസ് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇരുമ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ തീം സോങ് ശ്രദ്ധേയമാകുന്നു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന ശ്രീമദ് ദേവിക് ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതി വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP ഒരുമനിയൂർ പഞ്ചായത്ത് വികസിത കേരളം നേതൃശില്പശാല BJP തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷൻ ഉല്ലാസ് മുള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. പുന്നിയൂർക്കുളം പഞ്ചായത്തിന്റെയും മണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴക്കാല രോഗ അവലോകന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. മരത്തങ്ങോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിവിധ പരിപാടികളോടെ നടത്തിയ നവതി വർഷാചരണം ഞായറാഴ്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗീതാ സത്സംഗം ചിന്മയ മിഷൻ ഗുരുവായൂർ സെന്ററിൽ കാസർഗോഡ് നീലേശ്വരം ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി വിശ്വാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീത സത്സംഗം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി. അധ്യാപകർക്കുള്ള കൈപ്പുസ്തകങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് KATF തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അധ്യാപകർക്കുള്ള പരിശീലനത്തിന്റെ സംസ്ഥാന ജില്ലാ ക്യാമ്പുകൾ സമാപിച്ചു. ഞായറാഴ്ച തൃശൂരിൽ നടക്കാനിരിക്കുന്ന മെക്ക തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.